നമസ്തേ. ഓം നമ ശിവായ. എല്ലാവർക്കും ആത്മപ്രണാമം. ആരാണ് മഹാ അവതാർ ബാബാജി? എവിടെയാണ് മഹാ അവതാർ ബാബാജി? എന്തിനാണ് മഹാ അവതാർ ബാബാജി പ്രവർത്തിക്കുന്നത്? ആരാണ് മഹാവതാർ ബാബാജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാബാജിയെ പറ്റി ലോകം പൊതുവായി അറിയുന്നത് ഒരു യോഗിയുടെ ആത്മകഥ എന്ന പരമഹംസ യോഗാനന്ദൻ എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതോടുകൂടിയാണ് പൊതുസമൂഹം മഹാവതാര ബാബാജി എന്ന മഹാഗുരുവിനെ പറ്റി അറിയുന്നത്. അതിനു മുമ്പ് ഗുരുപരമ്പരാ സമ്പ്രദായത്തിൽപ്പെട്ടവർക്ക് ശിവകുണ്ഡലിനി അല്ലെങ്കിൽ ക്രിയാകുണ്ഡലിനി വിദ്യ അല്ലെങ്കിൽ അതുപോലെയുള്ള വിവിധ തരത്തിലുള്ള യൗകിക താന്ത്രിക മെത്തേഡുകൾ പരിശീലിക്കുന്ന ഗുരുപരമ്പരകളുള്ളവർക്ക് മാത്രമേ ബാബാജിയെ പറ്റി അറിയാവൂ. ഇപ്പൊ ബാബാജിയെ പോലെ തന്നെ അനേക ഗുരുക്കന്മാർ അദൃശ്യരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ഗുരുക്കന്മാർ അദൃശ്യരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ മഹാവതാർ ബാബാജി ഇന്ന് ലോകത്തിൽ ക്രിയാകുണ്ഡലിനി ചെയ്യുന്ന സാധകരുടെ ഇടയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മഹാഗുരുവാണ്. അങ്ങനെ പരമഹംസ യോഗാനന്ദന്റെ ഒരു യോഗിയുടെ ആത്മകഥ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചപ്പോഴാണ് പൊതുസമൂഹം മഹാവതാർ ബാബാജി എന്ന മഹാഗുരുവിനെ പറ്റി അറിയുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ മഹാവതാർ ബാബാജിയെ പറ്റി ഏതാനും കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മഹാവതാർ ബാബാജിയുടെ ജനനം, പിന്നീട് അദ്ദേഹം ഭോഗനാഥ മഹർഷിക്കൊപ്പം പഴനിമലയിൽ കഴിഞ്ഞത്, ക്രിയാകുണ്ഡലിനി പരിശീലിച്ചത്, പിന്നീട് മോക്ഷത്തിനപ്പുറമായ ശിവത്വം എന്ന അവസ്ഥ പ്രാപിച്ചത്, ശേഷം ഒരു അവതാരം എന്ന് പറഞ്ഞാൽ ഒരു കർമ്മവും ബന്ധിക്കാതെ നമ്മൾ മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ പിറക്കുമ്പോൾ നമ്മളുടെ ജന്മജന്മാന്തര കർമ്മങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട് അല്ലെ. സഞ്ചിത കർമ്മമെന്നും പ്രാരാബ്ധ കർമ്മമെന്നും ക്രിയാമാൻ കർമ്മമെന്നും ഒക്കെ പറയുന്ന വിവിധ തരത്തിലുള്ള അനേക ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ച നന്മതിന്മകളുടെ ഗുണദോഷങ്ങളുടെ ശരിതെറ്റുകളുടെ ഫലമായ സമ്മിശ്രമായ കർമ്മത്തോടു കൂടിയാണ് മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സുഖവും ദുഃഖവും അനുഭവിക്കുന്നുണ്ട്, നേട്ടവും കോട്ടവും അനുഭവിക്കുന്നുണ്ട്, നന്മയും തിന്മയും അനുഭവിക്കുന്നുണ്ട്, ആരോഗ്യവും അനാരോഗ്യവും അനുഭവിക്കുന്നുണ്ട്. അതിന് സനാതനധർമ്മം പറയുന്നത് ഇതിനൊക്കെ ഒരു ഉണ്ടെന്നാണ്. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. പൂർവജന്മത്തിൽ മനസാ വാചാ കർമ്മണ, മനസ്സുകൊണ്ട് ചിന്തിച്ചത്, വാക്കുകളിലൂടെ പറഞ്ഞത്, കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിച്ചത്, അത് നല്ലതാണെങ്കിൽ നല്ല ഫലവും ചീത്തയാണെങ്കിൽ ചീത്ത ഫലവും നമുക്ക് ഉണ്ടാക്കും അല്ലെ. വിതച്ചത് കൊയ്യും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്നതുപോലെ കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത നന്മതിന്മകളുടെ ഗുണദോഷങ്ങളുടെ ശരിതെറ്റുകളുടെ ആകെ തുകയായി രൂപപ്പെട്ട ഒരു കർമ്മമുണ്ട്. അതിനെ സഞ്ചിത കർമ്മം എന്നാണ് യോഗികൾ പറയുന്നത്. ആ സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഇന്ന സ്ഥലത്ത്, ഇപ്പൊ ഭാരതത്തിൽ കേരളത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിൽ ഒരച്ഛൻ്റെ അമ്മയുടെ മകളായി പിറക്കാൻ കാരണമായ ഒരു കർമ്മമുണ്ട്. ഇത്ര വർഷം ജീവിക്കണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കർമ്മം പ്രാരാബ്ധ കർമ്മം എന്നാണ് പറയുക. ആ പ്രാരാബ്ധ കർമ്മം നമ്മളുടെ 10-ാം വയസ്സിലാണ് തീരുന്നതെങ്കിൽ 10-ാം വയസ്സിൽ നമ്മൾ മരിക്കും. 50-ാം വയസ്സിലാണ് തീരുന്നതെങ്കിൽ 50-ാം വയസ്സിൽ നമ്മൾ മരിക്കും അല്ലേ. നമ്മൾ ഈ ഭൂമിയിൽ ഒരു 150 വർഷമൊന്നും ഒരു മനുഷ്യനും ജീവിക്കാൻ സാധിക്കില്ല. 80, 100, 120 കൂടി പോയാൽ അതിനുള്ളിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മടങ്ങും എന്നുള്ളതാണ്. ഒരു നിശാശലഭത്തിന്റെ ആയുസ് 7 ദിവസമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ 7 ദിവസവും ആ നിശാശലഭം ജീവിക്കുന്നതോ എത്രയോ വർഷങ്ങൾ ജീവിച്ചതുപോലെയാണ്. ഇപ്പോൾ മനുഷ്യ ലോകത്തിന്റെ ഒരു വർഷമാണ് പിതൃലോകത്തിന്റെ ഒരു ദിവസം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ സ്ഥൂലലോകത്തിനും സൂക്ഷ്മലോകത്തിനും കാരണലോകത്തിനും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ആ സമയ ദൈർഘ്യമാണുള്ളത്. ഇപ്പോൾ ഭൂമിയുടെ ആ ഒരു ലോക സമയക്രമമല്ല സൂക്ഷ്മലോകത്തിൻ്റെത്, സൂക്ഷ്മലോകത്തിന്റെ സമയക്രമമല്ല കാരണലോകത്തിൻ്റെത്. ഇപ്പൊ ദേവന്മാരുടെയും യക്ഷന്മാരുടെയും കിന്നരന്മാരുടെയും ഗന്ധർവന്മാരുടെയും അപ്സരകളുടെയും അങ്ങനെ വിവിധ തരത്തിലുള്ള സൂക്ഷ്മലോകങ്ങൾ അതുപോലെയുള്ള മറ്റു ചില കാരണ ലോകങ്ങളുടെയും ഒക്കെ സമയക്രമത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ കർമാനുസൃതമാണ് മനുഷ്യ ജീവിതം എന്ന് പറയും. കർമ്മം ചെയ്യാതെ നമുക്കൊരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ അവതാരം എന്ന് പറഞ്ഞാൽ തൻ്റെ അവസാന ജന്മം ആത്മജ്ഞാനം നേടി എല്ലാ കർമ്മങ്ങളെയും ആത്മജ്ഞാനമാകുന്ന അഗ്നിയിൽ ദഹിപ്പിച്ച് പൂർണ്ണമായ സംശുദ്ധത, പൂർണ്ണമായ ജ്ഞാനാവസ്ഥ അല്ലെങ്കിൽ മോക്ഷാവസ്ഥ, അതിനപ്പുറമായ ശിവത്വം എന്ന അവസ്ഥ, പൂർണ്ണ ശിവപ്രാപ്തി, ശിവബോധത്തിലെത്തി തിരിച്ച് ഭൂമിയിലോ സ്ഥൂലലോകമായ ഭൂമിയിലോ സൂക്ഷ്മലോകങ്ങളിലോ കാരണലോകങ്ങളിലോ ഒക്കെ ഈശ്വരന്റെ മിഷനുമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവതാരങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ളത്. അവതാരങ്ങൾ ഭൂമിയിലുണ്ട്, സൂക്ഷ്മലോകങ്ങളിലുണ്ട്, കാരണലോകങ്ങളിലുണ്ടെന്ന് ഗുരുക്കന്മാർ പറയുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഭൂമിയാകുന്ന ഈ ഒരു സ്ഥൂല ലോകത്ത്, ഈ ഭൗതിക ലോകത്ത് നമ്മൾ മനുഷ്യരെ അല്ലേ, മനുഷ്യൻ പല ടൈപ്പാണ്. നന്മയുള്ളവരും തിന്മയുള്ളവരും സമ്മിശ്രമായ ഗുണദോഷ ഭാവങ്ങളുള്ളവരും ഒക്കെയാണ് മനുഷ്യർ അല്ലെ. കാമക്രോധ ലോഭ മത മാത്സര്യാദികളാകുന്ന പലതരത്തിലുള്ള
വികാര വിചാരങ്ങൾ നമുക്കുണ്ടെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ടവരെയാണ് വളരെ വലിയ ഗുരുക്കന്മാരെന്ന് നമ്മൾ പറയുന്നത്. അതിനപ്പുറമായിട്ടുള്ള അവതാരങ്ങൾ എന്ന് പറയുന്നത്. ബാബാജി ഒരേ സമയം ക്രിയാകുണ്ഡലിനി യോഗം പഠിപ്പിക്കുന്ന മഹാഗുരുവുമാണ്, അതുപോലെ തന്നെ ഒരു മഹാ അവതാരവുമാണ്. ഒരു കർമ്മവും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ബാബാജിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്തും ബാബാജി സ്ഥൂലലോകമായ ഭൂമിയിലോ അല്ലെങ്കിൽ സൂക്ഷ്മലോകത്തോ കാരണലോകത്തോ ഏതെങ്കിലും ലോകത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ടാകും. അപ്പോൾ ബാബാജി എന്ന് നമ്മൾ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വിളിക്കുന്ന ഒരു പേരാണ്. ബാബാജി ലാഹിരി മഹാശയ എന്ന ശിഷ്യനിലൂടെയാണ് ക്രിയാകുണ്ഡലിനി യോഗം ലോകത്ത് പ്രചരിപ്പിച്ചത്, ഈ ആധുനിക കാലഘട്ടത്തിൽ എന്ന് പറയാം. അപ്പം ലാഹിരി മഹാശയ അഭിസംബോധന ചെയ്ത് ബാബാജി എന്നാണ് വിളിച്ചത്. ആ പേരാണ് പിന്നീട് സ്വാമി ശ്രീ യുക്തേശ്വർജി, അദ്ദേഹത്തിന്റെ ശിഷ്യനായിരിക്കുന്ന പരമഹംസ യോഗാനന്ദം തുടങ്ങിയിട്ടുള്ളവരൊക്കെ വിളിച്ചത്. അതുപോലെ തന്നെ ബാബാജിയെ ത്രയംബക ബാബ എന്നും ശിവബാബ എന്നും മഹാമുനി ബാബാജി എന്നും ഒക്കെ വിളിക്കാറുണ്ട്. പല ശിഷ്യഗണങ്ങളും പല രീതിയിൽ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. എങ്കിലും ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയിൽ ബാബാജിയെ വർണ്ണിക്കുന്നത് നമുക്കറിയാം. 20-25 വയസ്സ് പ്രായമുള്ള ഒരു യുവാവിൻ്റെ അതിസുന്ദരമായ ശരീരത്തോടു കൂടിയത്, ബലിഷ്ഠമായ ശരീരത്തോടു കൂടിയത്, തിളങ്ങുന്ന കണ്ണുകളും വജ്രസമാനമായ തിളക്കമുള്ള കണ്ണുകളും നീണ്ട ഇടതൂർന്ന മുടികളും ഒക്കെ ആയിരിക്കുന്ന ബാബാജി. അത് ലാഹിരി മഹാശയ, സ്വാമി ശ്രീ യുക്തേശ്വർജി, പരമഹംസ യോഗാനന്ദ ഇവരൊക്കെ ബാബാജിയെ കണ്ടിട്ടുള്ളവരാണ്. ഇപ്പം അനേകം പേര് ബാബാജിയുമായിട്ട് ബന്ധമുള്ളവർ ഇന്നും ഈ അത്യന്താധുനിക നൂറ്റാണ്ടിലും നമ്മളുടെ ഭൂമിയിൽ, നമ്മളുടെ കേരളത്തിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവർ കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഉപയോഗിക്കുന്ന ചില മെത്തേഡുകളുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ടെലിപ്പതി എന്നോ ESP എന്നോ ഇന്ദ്രിയാതീതമായ ചില പ്രത്യേക മെത്തേഡുകൾ എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. അതായത് നമ്മൾ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ ലോകത്തെ കാണുന്നത്. കണ്ണ് കാഴ്ച, ചെവി കേൾവി, മൂക്ക് ഗന്ധം, നാവ് രുചി, ത്വക്ക് സ്പർശനം. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മളുടെ മനസ്സ് രൂപപ്പെടുന്നത്. 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങളെ സ്വീകരിക്കും, മനസ്സ് പോസിറ്റീവാകും, ജീവിതം പോസിറ്റീവാകും. 5 ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ഒക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മനസ്സ് നെഗറ്റീവാകും, ജീവിതം നെഗറ്റീവായി മാറും എന്ന് പറയാം. അപ്പൊ നാം എന്ത് ചിന്തിക്കുന്നുവോ നാം അതായി തീരുന്നു എന്നുള്ളതാണ് ലോക നിയമം. ലോകത്ത് വിജയിക്കാനുള്ള ഒരു മാർഗവും ഋഷികൾ പറയുന്നുണ്ട്. നല്ലത് മനസ്സാ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ വാക്കാൽ പറയുക, നല്ല പ്രവർത്തനങ്ങൾ ചെയ്താൽ നന്മ കിട്ടും. നന്മയുടെ ഫലം പുണ്യവും തിന്മയുടെ ഫലം പാപവുമാണെന്നാണ് പറയുക. അപ്പൊ മഹാവതാർ ബാബാജിയെ പോലുള്ള മഹാ അവതാരങ്ങളെ, മഹാഗുരുക്കന്മാരെ, മഹാഋഷികളെ നമ്മൾ ദർശിക്കണമെങ്കിൽ മനുഷ്യന്റെ കാമക്രോധ ലോഭ മതമാത്സര്യമാകുന്ന നെഗറ്റീവ് ഭാവങ്ങൾ നമ്മളുടെ മനസ്സിൽ നിന്ന് മാറുകയും സ്ഫടികം പോലെ തിളങ്ങുന്ന സംശുദ്ധമായൊരു മനസ്സ് നമുക്കുണ്ടായാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരെ നമുക്ക് കാണാൻ കഴിയൂ. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഗുരുവിനെ കിട്ടണം, ഒരു ഗുരുവിനെ കാണണം. മഹാവതാർ ബാബാജിയെ പോലെ സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ, അപ്പൊ നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമത്തിലെ മഹാഗുരുവാണ് സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ. അപ്പൊ ഇവരെയൊക്കെ കാണണമെന്ന് ധാരാളം പേര് ആഗ്രഹിക്കാറുണ്ട്. ക്രിയാകുണ്ഡലിനെ പരിശീലിക്കുന്നവര്, നമ്മളുടെ മെത്തേഡിലെ ശിവകുണ്ഡലിനി ക്രിയ, വജ്രശക്തി കലയൊക്കെ പരിശീലിക്കുന്നവർ പലരും ഇത്തരത്തിൽ ഗുരുവുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കാറുണ്ട്. കേവലം ഒരു ജിജ്ഞാസ കൊണ്ടോ കേവലം ഒരു ആഗ്രഹം കൊണ്ടോ ഒരിക്കലും ഈ തലവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയില്ല. കാരണം ഇത് ഇന്ദ്രിയാതീതമായൊരു തലത്താണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. എന്ന് കരുതി അവർ സ്ഥൂലാവസ്ഥയിലേക്ക് വരില്ല എന്നില്ല. സ്ഥൂലാവസ്ഥയിൽ ഇവർ വരും, പക്ഷേ ഇവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും സൂക്ഷ്മ തലത്തിലാണ്. 5 ഇന്ദ്രിയങ്ങൾക്കപ്പുറമായ 6ാം ഇന്ദ്രിയത്തിന്റെ ജ്ഞാനക്കണ്ണ്, തൃക്കണ്ണ്, ശിവനേത്രം ഇത് ഓപ്പൺ ആകുമ്പോഴേ, അല്ലെങ്കിൽ ഇത് ജാഗ്രത ആകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൂക്ഷ്മ ലോകങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് എന്നാണ് ഗുരുക്കന്മാർ പറയുക. കാരണം 5 ഇന്ദ്രിയങ്ങൾ വഴി ഈ ലോകത്തെ നമ്മൾ അനുഭവിക്കുകയാണ്. അപ്പൊ ഭൗതിക ലോകത്തിന് അപ്പുറമായി ആത്മീയ ലോകത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയണം. അതിന് ആത്മാന്വേഷണം ആവശ്യമാണ്. നിത്യവും ആധ്യാത്മിക സാധനകൾ നമ്മൾ അനുഷ്ഠിക്കണം. അങ്ങനെ സാധാരണ മനുഷ്യബോധം ഉയർന്ന ബോധമായി, അതിമാനുഷിക ബോധമായും യൗകിക ബോധമായും ഋഷിക ബോധമായും ദൈവിക ബോധമായും പിന്നീട് ഈശ്വരീയ ബോധമായും പരിണമിക്കണം. അതായത് 5 ഇന്ദ്രിയങ്ങൾക്കപ്പുറമായ 6ാം ഇന്ദ്രിയത്തിന്റെ തലം, 6th സെൻസ്, ജ്ഞാനക്കണ്ണ്, തൃക്കണ്ണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഗുരുക്കന്മാർ, മഹാവതാർ ബാബാജിയെ പോലെയുള്ള ഗുരുക്കന്മാരുടെ ഒരു ഗൈഡൻസ് നമുക്കുണ്ടാകുക. അല്ലെങ്കിൽ
ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുക. അപ്പം അത്തരത്തിൽ കഴിവുള്ള ധാരാളം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ഗുരുക്കന്മാർ നമ്മളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിലോ, ഒന്ന്, ഈ ജന്മത്തിൽ തീവ്രമായി സാധന ചെയ്യുന്നവരായിരിക്കണം. രണ്ട്, പൂർവ്വജന്മത്തിന്റെ അവരുടെ സാധനാബലം കൊണ്ട് ഇത്തരത്തിലുള്ള ഗുരുക്കന്മാർ അവരുടെ ജീവിതത്തിലേക്ക് വരാം. ഇന്ന് വളരെ പ്രശസ്തനായ ശ്രീ എം, അദ്ദേഹത്തിന്റെ ഗുരുവിനെ കാണുന്നത് ഏറ്റവും ചെറുപ്പത്തിലാണ്. അദ്ദേഹം ഒരു ബാലനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരു ശ്രീ എമ്മിന്റെ അടുത്തേക്ക് എത്തുകയും അദ്ദേഹത്തിന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു എനർജി, ഒരു ദീക്ഷ തന്നെയാണ് അത് കൊടുത്തിട്ട് അദ്ദേഹം പോവുകയാണ്. അപ്പൊ ആ ഒരു എനർജി അദ്ദേഹത്തിന്റെ ഉള്ളിൽ സദാ ജ്വലിച്ചുകൊണ്ടിരുന്നു. ആത്മീയ സാധനകൾ തന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആധ്യാത്മിക സാധനകൾ ചെയ്ത് കുണ്ടലിനി ജാഗരണം, ചക്രജാഗരണം ഉണ്ടായി. അങ്ങനെ ഒരു ഘട്ടത്തിൽ വരുമ്പോഴാണ് ഗുരുവുമായിട്ട് പിന്നീട് ഉള്ള ഫർദർ ഗൈഡൻസ് ഉണ്ടാവുക. ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, പരമഹംസ യോഗാനന്ദ് എത്രയോ വർഷങ്ങളുടെ ഉഗ്രമായ തപസ് അല്ലെങ്കിൽ ഉഗ്രമായ ക്രിയാകുണ്ഡലിനി പരിശീലിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് പലരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ മഹാവതാർ ബാബാജി തന്നെ കൊണ്ടുവന്ന ഒരാളാണ് പരമഹംസ യോഗാനന്ദ്. അപ്പൊ പരമഹംസ യോഗാനന്ദനെ ശരിക്കും ബാബാജിയാണ് ഈ ലോകത്തിൽ ക്രിയാകുണ്ഡലിനി പരിശീലിപ്പിക്കാനായിട്ട് ഉയർന്ന മറ്റൊരു സൂക്ഷ്മ ലോകത്തു നിന്ന് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരുന്നതെന്ന് ഒരു യോഗിയുടെ ആത്മകഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇത്തരത്തിൽ ഗുരുക്കന്മാരാൽ ഗൈഡ് ചെയ്ത് അല്ലെങ്കിൽ ചില പ്രത്യേക മിഷന്റെ ഭാഗമായിട്ട് ഇവിടെ നിയോഗിക്കപ്പെട്ട ധാരാളം പേരെ നമുക്കിന്ന് ഭാരതത്തിൽ കാണാൻ കഴിയും. നമ്മുടെ ഭാരതത്തിന്റെ പല ആധ്യാത്മിക പുരുഷന്മാർക്ക് പിന്നിലും ഇത്തരത്തിലുള്ള മഹാഗുരുക്കന്മാർ അദൃശ്യരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആരാണ് മഹാവതാർ ബാബാജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിവാവതാരമാണ് മഹാവതാർ ബാബാജി. ശിവത്വം നേടിയ ഒരു പൂർണ്ണ അവതാരമായിട്ട് മഹാവതാർ ബാബാജി നമുക്കിടയിൽ പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ് ബാബാജിയെ കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, ക്രിയാകുണ്ഡലിനി പരിശീലിക്കണം. ശിവകുണ്ഡലിനി നന്നായി പരിശീലിച്ച് ഷഠാധാര ചക്രങ്ങളെല്ലാം എനർജൈസ് ചെയ്യപ്പെട്ട് നമ്മളുടെ ആറാം ഇന്ദ്രിയം ജ്ഞാനക്കണ്ണ് ഓപ്പൺ ആകുന്ന അവസ്ഥയിലാണ് ബാബാജിയെ പോലെയുള്ള മഹാഗുരുക്കന്മാരുമായിട്ടും സൂക്ഷ്മ ലോകങ്ങളുമായിട്ട് നമുക്ക് ദർശിക്കാൻ കഴിയും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇരിക്കുന്ന ഈ ഒരു മുറിയിൽ ധാരാളം വായുഗണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഈ കണ്ണുകൾ കൊണ്ട് അത് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ അതില്ലേ, ഉള്ളതാണ് അല്ലെ. ഈ വായുവിൽ ഓക്സിജനും ഹൈഡ്രജനും നൈട്രജനും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞാനിരിക്കുന്ന ഈ മുറിയിൽ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുഖത്തിനും ഈ ഫോണിനും ഇടയിൽ, ക്യാമറയ്ക്കും ഇടയിൽ മറ്റൊരു ലോകമുണ്ട്. അതിൽ അനേകം സൂക്ഷ്മാണുക്കളുണ്ട്, വായുഗണങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ കാണുന്നില്ല എന്ന് കരുതി അതവിടെ ഇല്ലാതില്ല. എൻ്റെ കാഴ്ചയുടെ പരിമിതി കൊണ്ടാണ് എനിക്കത് കാണാൻ സാധിക്കാത്തത്. എന്നതുപോലെ സൂക്ഷ്മലോകങ്ങളും ദേവതകളും ഇത്തരത്തിലുള്ള മഹാഗുരുക്കന്മാരും നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമുക്കിവരെ കാണാൻ ഈ നഗ്നമായി കണ്ണുകൾ നമുക്ക് പോരാ. അതിന് മറ്റൊരു കണ്ണ്, നമ്മളുടെ ആജ്ഞാചക്രത്തിലെ ത്രിനേത്രം, ശിവനേത്രം ഓപ്പൺ ആകണമെന്ന് ഋഷികൾ പറയുന്നു. അപ്പൊ ബാബാജി നമുക്ക് എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിവകുണ്ഡലിനി, ക്രിയാകുണ്ഡലിനി പോലെയുള്ള മെത്തേഡുകൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് ഷഠാധാര ചക്രങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ട് പൂർവജന്മ കർമ്മങ്ങളുടെ പാപങ്ങളുടെ അജ്ഞാനത്തിന്റെ കറ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞുപോയി മനസ്സ് സംശുദ്ധമാകുമ്പോൾ നമ്മളുടെ ചക്രങ്ങളിലൂടെ ശരിയായ പ്രാണപ്രവാഹം വരുന്ന സമയത്ത് ബാബാജിയെ പോലെയുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. പലരും പറയാറുണ്ട്, ക്രിയാകുണ്ഡലിനി 10,60,000 ക്രിയാപ്രാണായാമങ്ങൾ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഘട്ടം നമ്മളെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് മഹാവതാർ ബാബാജി എന്നാണ് ക്രിയാകുണ്ഡലിനിയിലെ സാധകന്മാർ പറയുന്നത്. പക്ഷെ 10,60,000 തവണ നമ്മളുടെ കുണ്ഡലിനിയിൽ ഈ ഒരു പ്രാണന്റെ പ്രവാഹം ഉണ്ടായി കുണ്ഡലിനി ശക്തി നമുക്ക് റൈസ് ചെയ്യാൻ, ഉയർത്താൻ നമുക്ക് കഴിയണം. അപ്പോൾ മാത്രമാണ് ബാബാജിയെ പോലെയുള്ളവർ നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഓട്ടോബയോഗ്രഫി ഓഫ് യോഗയിൽ അദ്ദേഹം നമുക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്. ആരാണോ മഹാവതാർ ബാബാജിയുടെ മന്ത്രം അല്ലെങ്കിൽ മഹാവതാർ ബാബാജി ഒന്ന് സ്മരിക്കുന്നത്, ഭക്തിയോടെ, പ്രേമത്തോടെ, പൂർണ്ണ വിശ്വാസത്തോടെ അദ്ദേഹത്തിന്റെ നാമം ഒന്ന് ഉരുവിടുന്നത്, അദ്ദേഹത്തിന്റെ രൂപത്തെ ഒന്ന് മനസ്സിൽ സ്മരിക്കുന്നത്, അപ്പോൾ തന്നെ അവർക്ക് ബാബാജിയുടെ ഒരു അനുഗ്രഹം കിട്ടുമെന്നുള്ളത് ഒരു യോഗിയുടെ ആത്മകഥയിൽ യോഗാനന്ദ പരമഹംസ എഴുതിയിട്ടുണ്ട് അല്ലെ. ഓം ക്രിയ ബാബാജി നമ ഓം എന്നുള്ള മന്ത്രമാണ് സാധാരണ ബാബാജിയെ സ്മരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓം ക്രിയ ബാബാജി നമ ഓം. ഈ ഒരു മന്ത്രം ഭക്തിപൂർവ്വം ഉരുവിട്ടാൽ ബാബാജിയുടെ ഒരു ബ്ലെസ്സിങ് നമുക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പൊ ആരാണ് ബാബാജി? എവിടെയാണ് ബാബാജി? നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? ക്രിയാകുണ്ഡലിനി ചെയ്ത് കുണ്ഡലിനി ശക്തി ഉണർന്ന് ആറാം ഇന്ദ്രിയം നമ്മുടെ ത്രിനേത്രം ഓപ്പൺ ആകുമ്പോൾ, ജ്ഞാനക്കണ്ണ് ഓപ്പൺ ആകുമ്പോൾ ബാബാജിയെ കാണാൻ കഴിയും. 10,60,000 ക്രിയകൾ ശരിയായ രീതിയിൽ ഒരു ഗുരുവിന്റെ കീഴിൽ അഭ്യസിച്ച് അതിലും ചക്രജാഗരണവും കുണ്ഡലിനി ശക്തിയും റൈസ് ചെയ്താൽ നമുക്ക് ബാബാജിയെ പോലെയുള്ള മഹാഗുരുക്കന്മാരെ നമുക്ക് ദർശിക്കാൻ കഴിയുമെന്ന് പറയുന്നു.
എവിടെയാണ് ബാബാജി എന്ന് ചോദിച്ചാൽ തൂണിലും തുരുമ്പിലും എന്നിലും നിന്നിലും പൂവിലും പുഴുവിലും നായിലും നരിയിലും സർവ്വതിലും ബാബാജിയുമുണ്ട്. ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽപ്പുണ്ട് അല്ലെ. സർവഭൂതാന്തരാത്മാ ശിവ എന്നാണ് പറയുക. ശിവൻ സർവ്വതിലും നിറഞ്ഞു നിൽപ്പുണ്ട്. ബാബാജി ശിവത്വം നേടിയ ശിവബാബയാണ്. അപ്പോൾ ബാബാജി സർവ്വ സ്ഥലത്തും ഉണ്ട്. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് കാണാനുള്ള ആറാമിന്ദ്രിയത്തിന്റെ ശേഷി നമുക്ക് വരാത്തത് കൊണ്ടാണ് മഹാവതാർ ബാബാജിയെ പോലെയുള്ള മഹാഗുരുക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കാത്തത്. ഇനി എങ്ങനെ കാണാൻ സാധിക്കും? ശരിയായ വിധത്തിൽ ഒരു ഗുരുപരമ്പരകൾക്ക് കീഴിൽ ക്രിയാകുണ്ഡലിനി അല്ലെങ്കിൽ കുണ്ഡലിനി യോഗ വിദ്യകൾ, ഇപ്പം നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമം പഠിപ്പിക്കുന്ന ശിവകുണ്ഡലിനി ക്രിയകളുണ്ട്, വജ്രശക്തികല പോലെയുള്ള ചില മെത്തേഡുകളുണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ശരിയായ ഗുരുപരമ്പരകൾ, ഇപ്പോൾ പരമഹംസ യോഗാനന്ദയുടെ YSS യോഗദാസ സംഘ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ലാഹിരി മഹാശയന്റെ പരമ്പരകൾ, യുക്തേശ്വർ ഗിരിയുടെ പരമ്പരകൾ, രാമയ്യയുടെ പരമ്പരകൾ, അങ്ങനെ വിവിധ ഗുരുപരമ്പരകൾ ഇത്തരത്തിലുള്ള കുണ്ഡലിനി ക്രിയകൾ അതിന് സമാനമായിരിക്കുന്ന മെത്തേഡുകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ഗുരുപരമ്പരകൾക്ക് കീഴിൽ പോയി യഥാവിധി ദീക്ഷ സ്വീകരിച്ച് നമ്മൾ ഈ പ്രാക്ടീസുകൾ ചെയ്തു കഴിഞ്ഞാൽ മഹാവതാർ ബാബാജിയെ പോലെയുള്ള മഹാഗുരുക്കന്മാരെ ദർശിക്കുവാനുള്ള ആറാം ഇന്ദ്രിയത്തിന്റെ അല്ലെങ്കിൽ ജ്ഞാനക്കണ്ണിന്റെ ഉണർച്ച നമുക്കുണ്ടാകും. ഇവരെ നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കേവലം നമ്മളുടെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നമുക്കിവരെ ദർശിക്കാൻ കഴിയുക അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ നമുക്ക് പൂർവ്വജന്മവും അവരുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇപ്പം ഓട്ടോബയോഗ്രഫി ഓഫ് യോഗിയിൽ ഒരു കഥ പറയുന്നുണ്ട്. ബാബാജിക്കൊപ്പം വളരെ വലിയ ഒരു ശിഷ്യഗണ സംഘമുണ്ടെന്നാണ് പറയുക. ഒരിക്കൽ ഒരാൾ ബാബാജിയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യൻ ആകണമെന്ന് ആവശ്യപ്പെട്ട് ബാബാജി കഴിയുന്ന ഹിമാലയത്തിലെ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അതിനെപ്പറ്റി പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. നമ്മൾ ഹിമാലയത്തില് മാനസ സരോവറിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ ഉള്ളിലായി ഒരു സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തെ പറ്റി സൂചനകളുണ്ട്. ഈ സ്ഥലത്തെ സിദ്ധലോകം എന്നാ പറയുന്നത്. മറ്റൊരു പേര് സിദ്ധാശ്രമം എന്ന് പറയാറുണ്ട്, ശംബാല എന്ന് പറയാറുണ്ട്, ശാങ്ക്രില്ല എന്ന് പറയാറുണ്ട്. ഇതിടയ്ക്ക് സ്ഥൂലലോകമായ ഭൂമിയിലേക്ക് ഇത് വരും. ഇടയ്ക്ക് ഇത് അപ്രത്യക്ഷമായി സൂക്ഷ്മലോകത്തേക്ക് പോകുമെന്ന് ഋഷികൾ പറയുന്നു. അപ്പൊ ഇവിടെ ഈ സിദ്ധാശ്രമത്തില് മഹാനാരായണാശ്രമം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഗൗരി ശങ്കര പീഠത്തില് മഹാനാരായണാശ്രമം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്നും അവിടെ മഹാവതാർ ബാബാജിയും അദ്ദേഹത്തിന്റെ അമരഗണവും പൂർണ്ണത പ്രാപിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും ആയിട്ട് അദ്ദേഹം അവിടെ സഞ്ചരിക്കുന്നു എന്നാണ് പറയുക. ബാബാജി ഒരു സ്ഥലത്തും ഒരു കാലത്തും ഒരു ദേശത്തും പരിമിതനല്ല. എല്ലായിടത്തും അദ്ദേഹത്തിന് പോകാൻ കഴിയും. എങ്കിലും അദ്ദേഹത്തിന് ഈ ഹിമാലയത്തിലെ ഈ സിദ്ധാശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ട് അവിടെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ആശ്രമം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഒരിക്കൽ ഒരാൾ ബാബാജി അന്വേഷിച്ച് ഈ ഹിമാലയത്തിന്റെ ഈ പറയുന്ന സ്ഥലത്ത് എവിടെയോ അദ്ദേഹം എത്തുകയും ബാബാജി ഒരുപാട് ദിവസങ്ങൾ അന്വേഷിച്ച് നടന്നു. അവസാനം കണ്ടില്ല. അവസാനം ബാബാജിയെ കണ്ട സമയത്ത് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ ആധ്യാത്മിക പുരോഗതി വെച്ച്, ആത്മീയ പുരോഗതി വെച്ച്, ചക്രജാഗരണം വെച്ച് നിന്നെ ഇപ്പൊ ശിഷ്യനായി സ്വീകരിക്കാൻ എനിക്ക് സാധിക്കില്ല. നീ പോയി ഇനിയും ഏറെ നാൾ സാധനയൊക്കെ ചെയ്ത് ശുദ്ധീകരണമൊക്കെ നടത്തിയിട്ട് വരാൻ പറയും. അപ്പൊ അദ്ദേഹം പറയും, ഇല്ല, ഞാൻ മാസങ്ങളായി വർഷങ്ങളായി ഞാൻ അങ്ങേ തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശിഷ്യനായി സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇതായി പാറയുടെ മുകളിൽ നിന്ന് ചാടി മരിക്കും. ബാബാജി നിർവികാരനായി പറഞ്ഞു. ഒരു പരീക്ഷണമായിരുന്നു. ഇങ്ങനെ ഗുരുക്കന്മാർ നമ്മളെ പലപ്പോഴും പരീക്ഷിക്കാറുണ്ട്. എന്നെ ചാടാൻ പറഞ്ഞു. ഉടനെ തന്നെ അയാളുടെ അടുത്ത് ചാടി. നമ്മളൊക്കെ ആണെങ്കിലോ പലരും ഒക്കെ ആണെങ്കിൽ ചാടാതെ മരിച്ചു പോരും. പക്ഷെ അദ്ദേഹം അത്രയും അധികം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ബാബാജിയുടെ ശിഷ്യനാകണമെന്നുള്ള വളരെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരം ചിതറിപ്പോയി. ബാബാജി മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, ആ ചിതറിപ്പോയ ശരീരം എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. അവരെടുത്തുകൊണ്ട് വന്നു. അതെല്ലാം കൂട്ടിവെച്ചു. ബാബാജി ഒന്ന് ബ്ലസ് ചെയ്ത സമയത്ത് അദ്ദേഹം വീണ്ടും പുനരുജ്ജീവിച്ചു എന്നാണ് പറയുക. അപ്പോൾ ബാബാജി കൊടുത്ത ഒരു പരീക്ഷണമാണ്. ഇവൻ ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത് എന്നൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു. അപ്പോൾ ബാബാജിയുടെ അമരഗണത്തിൽപ്പെട്ട ഒരാളായി അദ്ദേഹം മാറി. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരെ കാണണമെങ്കിൽ നമ്മൾ കേവലം ഒരു ആഗ്രഹം കൊണ്ട് മാത്രം പോരാ. നമ്മളുടെ ദൈനംദിന ജീവിതത്തെ അടുക്കും ചിട്ടയും നിഷ്ഠയുമുള്ള ഒരു ജീവിതം, സദാചാരനിഷ്ഠമായൊരു ജീവിതം, ധർമാനുസൃതമായ ജീവിതം, അതുപോലെ ഒരു ദിവസം 3 മണിക്കൂറെങ്കിലും മിനിമം ആധ്യാത്മിക സാധന ചെയ്യാനുള്ള ക്രിയാകുണ്ഡലിനി പോലെയുള്ള മെത്തേഡുകൾ ചെയ്ത് ചക്രശുദ്ധീകരണം, കർമ്മശുദ്ധീകരണം, മനഃശുദ്ധീകരണം വരുമ്പോഴേ നമുക്ക് ഈ ഗുരുക്കന്മാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ നമ്മളുടെ വൈബ്രേഷൻ സാധാരണ മനുഷ്യന്റെ കാമക്രോധലോഭം മതമാത്സര്യാദികളാകുന്ന സാധാരണ മനുഷ്യന്റെ വൈബ്രേഷനാണ്. അത് ഡിവൈൻ വൈബ്രേഷനായി മാറണം. സാധാരണ മനുഷ്യൻ അതിമാനുഷ്യനും യോഗിയുമായി മാറുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഗുരുക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുക. അപ്പൊ ആരാണ് ബാബാജി? എവിടെയാണ് ബാബാജി? എന്താണ് ബാബാജി?
ബാബാജിയുടെ പ്രവർത്തനങ്ങളെല്ലാം ഇതാണ്. മനുഷ്യ നന്മ മാത്രം ലക്ഷ്യമായി പ്രവർത്തിക്കുന്ന കാരുണ്യത്തിന്റെ മഹാസാഗരമാണ് ബാബാജി. അപ്പൊ നമുക്കും ബാബാജിയിലേക്ക് എത്താൻ സാധിക്കും. ആഴത്തിൽ സാധന ചെയ്യുക, ശരിയായ ഒരു ഗുരുവിനെ, ഒരു പരമ്പരയിൽ നിന്ന് യഥാവിധ ക്രിയാകുണ്ഡലിനി മെത്തേഡുകൾ നമ്മൾ പഠിക്കുക, ദിവസവും പ്രാക്ടീസ് ചെയ്യുക, അടുക്കും ചിട്ടയും നിഷ്ഠയും ദിനചര്യയുമുള്ളൊരു ജീവിതം പുലർത്തുക, സദാചാരനിഷ്ഠമായി ധർമാനുസൃതമായി കർമ്മങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും ബാബാജിയെ പോലെയുള്ള മഹാഗുരുക്കന്മാർ, നമ്മൾ അങ്ങോട്ട് പോകേണ്ടതില്ല, ഗുരു നമ്മുടെ അടുത്തേക്ക് എത്തും എന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം. നമസ്തേ.